സ്ഥിരതാമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് 8,000-ഓളം വിദേശികളെ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്ന് നാടുകടത്തി. 13,000-ലധികം നിയമലംഘകർ കഴിഞ്ഞയാഴ്ച സൗദിയിൽ അറസ്റ്റിലായിട്ടുണ്ട്. നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് കഴിഞ്ഞയാഴ്ച 13,400 പേർ അറസ്റ്റിലായത്. ഇതിൽ 8,700-ഓളം പേർ താമസ നിയമങ്ങൾ ലംഘിച്ചവരും 3,200-ഓളം പേർ അതിർത്തി സുരക്ഷാ സംവിധാനങ്ങൾ ലംഘിച്ചവരും 1,400-ലധികം പേർ തൊഴിൽ നിയമലംഘകരുമാണ്. നേരത്തെ പിടിയിലായ 8,000-ഓളം നിയമലംഘകരെ നാട് കടത്തുകയും ചെയ്തു. ഇതിനു പുറമെ 22,500-ഓളം പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 21,500 പേർ പുരുഷന്മാരും 1,000 പേർ സ്ത്രീകളുമാണ്. രാജ്യത്തേക്ക് അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 1,000-ഓളം പേർ കഴിഞ്ഞയാഴ്ച പിടിക്കപ്പെട്ടു. അവരിൽ 36% യമൻ പൗരന്മാരും 62% എത്യോപ്യൻ പൗരന്മാരും 2% പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. നിയമലംഘകരെ അതിർത്തി വഴി സൗദിയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. കൂടാതെ ഇതിനായി ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ.